കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല അടിപൊളി ഫ്രഷ് റോസാപ്പൂ, നമ്മുടെ വീട്ടിലുണ്ടായ റോസാപ്പൂ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി റോസ് വാട്ടറും പിന്നെ കൂട്ടത്തിലൊരു ഫേസ് പാക്കിങ് കൂടെ ഉണ്ടാക്കുവാണേ. അപ്പോൾ അതാ നല്ലൊരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആട്ടോ. നമ്മുടെ റോസ് വാട്ടർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലൊക്കെ റോസാപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ റോസാപ്പൂവിൻ്റെ ഇതിലൊക്കെ കളഞ്ഞ് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം എടുത്ത് നമുക്ക് അടുപ്പിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഗ്യാസിനകത്ത് ഞാൻ പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഇതിലെല്ലാം മാറ്റി വെച്ച് നമ്മുടെ റോസാപ്പൂ ഇട്ട് കൊടുക്കുവാണേ. റോസാപ്പൂ ഇങ്ങനെ ഇതിൽ പറിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്ന റോസാപ്പൂവിനെ ഞാൻ പിച്ചിതാ കളഞ്ഞുകൊണ്ട് ശരിക്കും ഒരു സങ്കടം വന്നു. നല്ല ഭംഗിയല്ലായിരുന്നു റോസാപ്പൂ അങ്ങനെ തന്നെ ഇരിക്കുന്ന കാണാൻ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ റോസാപ്പൂ അതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച്, അപ്പോൾ ഞാൻ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കിയെടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ. ആരും ലൈക്ക് തരുന്നില്ലേ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ റോസാപ്പൂവും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് നമുക്ക് ആ പാത്രത്തിൽ ഗ്ലാസ്സിനകത്തേക്ക് അരിച്ചൊഴിക്കുക കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മാത്രം കടയിൽ പോയി സാധനം വാങ്ങിക്കുക ഒന്നും ചെയ്യണ്ട. റോസാപ്പൂവും നമ്മുടെ വീട്ടിൽ പൗഡറും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. അപ്പോൾ അതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ പരീക്ഷിച്ചതാണ് കേട്ടോ. അപ്പോൾ പരീക്ഷിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കുഞ്ഞിൻ്റെ ബേബി പൗഡറാട്ടോ എടുത്തത്. ഇവിടെ ശാമികയ്ക്ക് ഉപയോഗിക്കുന്ന പൗഡറാട്ടോ ബേബി പൗഡർ. അപ്പോൾ ആ പൗഡർ നമുക്ക് എന്തേരെയാണോ ആവശ്യമുള്ളത്, നമ്മുടെ മുഖത്തിന് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും ഞാൻ പാത്രത്തിനകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്രഷ് റോസ് വാട്ടർ, അപ്പം റോസ് വാട്ടർ ഇപ്പോൾ കടയിൽ പോയി മേടിക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അത് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് എത്ര ലൂസ് വേണോ ആ രീതിയിൽ നമ്മുടെ മുഖത്തിന് പറ്റുന്ന രീതിയിൽ ലൂസാക്കി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് തേക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഞാൻ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചെയ്ത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണുന്ന അവസ്ഥ കേട്ടോ. ഒരുമാതിരി പെയിൻ്റ് അടിച്ച പോലെ ഇല്ല എന്നെ കാണാനിപ്പം. പെയിൻറ്റിനകത്ത് വീണ കാക്കനെ പോലെ ഉണ്ട്. അപ്പോൾ മുഖമൊക്കെ ഞാനൊന്ന് കഴുകിയിട്ട് വരാം. 10 മിനിറ്റേ വെച്ചുള്ളേ. ബേബി പൗഡർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് പുകച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കഴുകി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പ്രത്യേക നല്ലൊരു ഇത് തോന്നി കേട്ടോ. ഇത് ഒരു ദിവസത്തേക്കിനേ കിട്ടത്തുള്ളൂ, അധിക ദിവസം ഒന്നും കിട്ടത്തില്ല. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡി ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാട്ടോ. അപ്പം എല്ലാവർക്കും ഇതുണ്ടാക്കാനും ഈസിയാണ്. നമ്മുടെ വീട്ടിൽ റോസാപ്പൂവും പിന്നെ പൗഡർ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്